അസ്സലാമലൈക്കും. ഞാൻ ഒരു ബിരിയാണി വെക്കുവാണ്. നെയ്മീൻ ബിരിയാണിയാണ്. അതിന് നമ്മൾ ആദ്യം തന്നെ 1 കിലോ നെയ്മീനാണ്. നെയ്മീൻ മുളക് കട്ടി വെച്ചിരിക്കുകയാണ്. മുളക് പൊടി 1 സ്പൂൺ, കുരുമുളക് പൊടി 1 സ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, കരിയാപ്പലയും ശകലം അരച്ചിട്ടുണ്ട്, പിന്നെ പെരുംജീരകപ്പൊടി, ഇതെല്ലാം കൂടി കുരുമുളക് പൊടി എല്ലാം കൂടെ മിക്സ് ചെയ്ത് വറ്റി വെച്ചിരിക്കുന്ന സാധനമാണിത്. അതിനുള്ള കൂട്ടാണ് ചുവന്നുള്ളി പച്ചമുളകും ചതച്ചത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കാപ്സിക്കോ ഒരെണ്ണം, മല്ലിച്ചപ്പ് കുറച്ച്, ഒരു പിടി സവാള 4 എണ്ണം, തക്കാളി 2 എണ്ണം, അരിക്ക് ചേർക്കാനുള്ള നാരങ്ങാനീരാണിത്. മസാലക്കൂട്ടിനുള്ളതാണ് മുളക് പൊടി, കുരുമുളക് പൊടി, പെരുംജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി കൂട്ടിനുള്ളതാണിത്. പിന്നെ അരിക്ക് ചേരുന്നത് പട്ടയും കുരുമുളകും പിന്നെ ഏലക്കായും എല്ലാം കൂടെ ചോറിന് 4 ഗ്ലാസ് അരിക്കും. ഇപ്പോൾ തന്നെ മീൻ വെളിച്ചെണ്ണയ്ക്കകത്ത് പൊരിക്കാൻ പോവാണ്. മീൻ നമുക്ക് വറുത്ത് എടുത്ത് മാറ്റി വെച്ചിട്ട് വേണം കൂട്ടുണ്ടാക്കാൻ. ഇപ്പോൾ മീൻ ഫ്രൈ ആയി. പെരുംജീരകം 3-4 മണി ചേർക്കുന്നേ ഉള്ളൂ. കരിയാപ്പില, കോഴി മുളക് ചതച്ചത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഉണ്ട് അതുകൂടെ വറുത്തെടുക്കുവാണ്. ചേർക്കുവാണ്. മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകപ്പൊടി, ഇത് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വഴറ്റുവാണ്. അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഈ തക്കാളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ചേർത്ത് അത് നല്ല ഒന്ന് വഴണ്ട് വരണം. നമ്മൾ ഈ വഴറ്റി വെച്ചിരിക്കുന്നതിനകത്ത് മീൻ പിറക്കി ആഡ് ചെയ്യണം. ഒരു 5 മിനിറ്റ് കൂടെ ഇതിരുന്ന് ആ മീനൊന്നും ഇതിലെല്ലാം മസാലയെല്ലാം പിടിച്ച് വരണം. എന്നാലേ അത് കൊള്ളട്ടെ. നേരെ ചെറിയ തീരായിട്ട് നമ്മൾ കുറേ നേരം ഒരു 10 മിനിറ്റ് ഇതിങ്ങനെ ചെയ്യണം. ഇനി പൊടിയാതെ എടുക്കാൻ ശ്രദ്ധിക്കണം. അതൊന്ന് വഴണ്ട് അതെല്ലാം കൂടെ മിക്സാക്കിയിട്ട് കുറേ ചെറിയ തീയിൽ നമ്മൾ ചെറുതായിട്ട് വയ്ക്കുക. എന്നാലേ ആ മീൻ മുളകും എല്ലാം മസാല എല്ലാം കൂടെ പാകമാകത്തുള്ളൂ. കുറേ നേരം ഇരിക്കണം. ഇത് വെച്ചിട്ട് നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഇത് ഒന്ന് തിരിച്ച് മറിച്ച് ഒന്നിട്ട് കൊടുക്കുക. കാരണം 2 സൈഡും ഇതാവണം. പൊടിയാതെ നമ്മൾ എടുക്കണം. ഇതുപോലെ പട്ട, ഗ്രാമ്പു, കരിയാപ്പില, ഏലക്ക ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഈ മസാല അരിയാണ്, ചെറിയ അരിയാണ്. നാരങ്ങാനീർ എടുക്കുവാണ് ഇപ്പോൾ അരിടുന്നത്. എല്ലാം മിക്സായി വരുമ്പോൾ അതിന് പരുവത്തിനുള്ള വെള്ളം നമ്മൾ ചേർക്കും. 4 ഗ്ലാസ് അരിയാണ്. ഇതിനകത്ത് ഉപ്പും കൂടെ ചേർക്കണം. അരിക്കുള്ള പരുവത്തിനുള്ള ഉപ്പ് ചേർക്കണം. ചോറ് റെഡിയാണ്. കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കട്ടത്തൈര് ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് തേങ്ങാപ്പാൽ ഒഴിക്കുന്നവർക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് ചേർക്കാം. ഓക്കെ, നമ്മുടെ ചോറ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ചോറ് റെഡി ആയിട്ടുണ്ട്, മീനും റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കഴിച്ചിട്ട് നല്ലതാണോ ഇല്ലയോ എന്നുള്ളത് പറയണം. ഓക്കെ, അച്ചാർ വയ്ക്കട്ടെ. നെയ്മീൻ മസാലയും ചോറും എങ്ങനെയുണ്ട് പനി? കൊള്ളാം, സൂപ്പറാണ്. ട്രൈ ചെയ്ത് നോക്കുക, കമൻ്റ് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, വിശാലുള്ള ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതാണ് വീഡിയോയിലൂടെ ബിരിയാണി ഞങ്ങൾ വെക്കും. ഇപ്പം വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ്. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. ഓക്കെ, വിശാലുള്ള.